ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായി ഞങ്ങൾ ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മറ്റൊരു പുതിയ ലോങ് വീഡിയോയുമായി വന്നിരിക്കുകയാണ്. യൂണിക്കോണിൻ്റെ പണിയുമായി ബന്ധപ്പെട്ട വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ടയറിൽ കുറച്ച് പണിയുണ്ട്. ബാക്ക് വീലിൻ്റെ ബ്രേക്ക് ഷൂ അപ്പിൽ കുറച്ച് റീകണ്ടീഷൻ വർക്കുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ അത് നമുക്ക് ലെയ്ത്തിൽ കൊടുത്ത് വേണം ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് ആ ബാക്ക് സൈഡിലുള്ള ബാക്ക് വീല് റിമൂവ് ചെയ്യുകയാണ്. അപ്പോൾ അത് ബാക്ക് വീല് റിമൂവ് ചെയ്തിട്ട് അത് നമുക്ക് ലെയ്ത്തിൽ കൊടുക്കണം. അപ്പോൾ റീകണ്ടീഷൻ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ലെയ്ത്തിൽ കൊടുത്തിരുന്ന വീലൊക്കെ നമ്മൾ പോയി വാങ്ങിച്ചു. അത് ടയറിൽ ഫിറ്റ് ചെയ്തു. അപ്പോൾ എന്താ പറയുക, ഈ ടയറിലേക്ക് ഫിറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ സാധിച്ചില്ല, സോറി. അപ്പോൾ അടുത്തുള്ള കുറച്ച് പണികൾ നമുക്ക് നോക്കാം. എന്നാലും ഇതൊരു വലിയ വർക്കിൻ്റെ വീഡിയോ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് സ്പെയർ പാർട്സിൻ്റെ കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ സ്പെയർ പാർട്സുകളാണ് ഈ വണ്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ പണി ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ വണ്ടിയിൽ റീപ്ലേസ് ചെയ്യാൻ വാങ്ങിയിട്ടുള്ളതെന്ന് കൂടി ഈ വീഡിയോ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ വീലിൻ്റെ വർക്ക് അത്ര വലിയ വർക്കൊന്നുമല്ല, ചെറിയ ഒരു വർക്കായതുകൊണ്ടാണ് ആ കാര്യം കൂടി ഇതിലോട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണണം. അതുപോലെ തന്നെ ഈ വീഡിയോ എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ചാനലിൽ മുൻപിട്ടിട്ടുള്ള പഴയ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ടാൽ മാത്രമേ ഞങ്ങൾക്ക് വീണ്ടും പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും റെസ്പോണ്ടും എല്ലാം ഞങ്ങൾക്ക് വേണം. എങ്ങനെയാണ് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നത് ഞാൻ പറയണ്ടല്ലോ. 1, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. 2, നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മാത്രമല്ല, ഞങ്ങളുടെ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ തുടർന്ന് നമുക്ക് കാണാം. അപ്പോൾ തിരിച്ച് വീണ്ടും ആ ടയറ് ഇത് വണ്ടിയിലേക്ക് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. വീൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു.
അപ്പോൾ നമുക്ക് അടുത്ത സ്പെയർ പാർട്സ് നോക്കാം. എന്തൊക്കെ സ്പെയർ പാർട്സുകളാണ് നമുക്കിതിലേക്ക് റീപ്ലേസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയ സ്പെയർ പാർട്സുകളാണ് ഇതൊക്കെ. കസ്റ്റമർ തന്നെ നമുക്ക് പുതിയ സ്പെയർ പാർട്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ സ്പെയർ പാർട്സുകളാണ് നമ്മളിതിൽ റീപ്ലേസ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് പുതിയ സ്പെയർ പാർട്സൊക്കെ നമുക്ക് കാണാം. പിന്നെ നമ്മൾ ഇതിൽ എയർ ഫിൽറ്റർ നമ്മൾ മാറ്റി എയർ ഫിൽറ്റർ നമ്മൾ ഓൾറെഡി അതിലേക്ക് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കവർ വന്നിട്ട് അതിനകത്തൊന്നുമില്ല, അതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തു. ഇനി ബാക്കി എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് വന്നിട്ട് ഇൻഡിക്കേറ്ററാണ്, റൈറ്റ് ഇൻഡിക്കേറ്റർ. പിന്നെ ഇത് വന്നിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ തന്നെയാണ്. അപ്പോൾ റൈറ്റ് ഇൻഡിക്കേറ്ററിൽ ഒരെണ്ണം എടുത്ത് നമുക്ക് നോക്കാം. ഇതാണ് ഇൻഡിക്കേറ്റർ. എല്ലാ ഇൻഡിക്കേറ്റർ ഇതുപോലെ തന്നെ ആയിരിക്കാം, ഒന്നും പ്രത്യേകിച്ച് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, അതുപോലെ ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിൽ ഒരെണ്ണം കൂടെ ഉണ്ട്. പിന്നെ ഇതിന് വിങ്കർ അസംബ്ലി ലെഫ്റ്റ് റൈറ്റ് എന്നൊക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് ഇത് പില്ലി സ്റ്റെപ്പ് കിറ്റാണ്. ഇതിൽ പില്ലി സ്റ്റെപ്പ് കിറ്റെന്ന് എഴുതിയിരിക്കുന്നു. സൈലന്റ് നമ്മൾ മെക്കാനിക്കൊക്കെ പറയുന്നത് ഫുഡ് റെസ്റ്റ് എന്നാണ്. അപ്പോൾ ഇത് ഫുഡ് റെസ്റ്റ് ആണ്. ഇത് വന്നിട്ട് ബ്രേക്ക് ഫ്ലൂയിഡാണ്. അപ്പോൾ അടുത്ത് അതും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഹാൻഡിൽ ബാർ സൈഡ് ബുഷാണ്. ഇത് ഗ്രിപ്പ് ലെഫ്റ്റ് ഹാൻഡിൽ ഗ്രിപ്പാണ്. നമ്മുടെ ഹാൻഡിലുണ്ടല്ലോ അതിൽ വയ്ക്കുന്ന ഗ്രിപ്പ്. ഇത് വന്നിട്ട് ഇത് ആക്സിലേറ്ററിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് റൈറ്റ് സൈഡിലുള്ള ബ്രേക്ക് ലിവറാണ്. ഓൾറെഡി കസ്റ്റമറുടെ വണ്ടിയിൽ അത് ഡാമേജ് ആയിരിക്കും, വളഞ്ഞിരിക്കും, അത് ബെൻഡുണ്ട്. അതുകൊണ്ട് നമ്മൾ പുതിയതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട് കസ്റ്റമർ. ഇത് ബ്രേക്ക് പാഡാണ്, പാഡ് സെറ്റാണ്, ബ്രേക്ക് പാഡ് സെറ്റ്. അപ്പോൾ ഇത്രയാണ് ഈ ബോക്സിനകത്തുള്ളത്. അപ്പോൾ ഇനി അടുത്ത് ഇത് സ്ക്രൂ, പിന്നെ നട്ട്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. ഇനി അടുത്ത് ബാക്കി കുറച്ച് സാധനങ്ങൾ കൂടെ ഉണ്ട്. ഇത് ഫ്രണ്ട് മക്കാടാണ്. ഇതൊക്കെ ഇത് ഫ്രണ്ട് മക്കാടാണ്. നമുക്കത് നോക്കാം. ഓക്കെ, ഫ്രണ്ട് മക്കാട്. പേപ്പറോട് പേപ്പർ എടുത്ത് കാണിക്കും. ഇത് ഹാൻഡിൽ ബാറ്. ഈ യൂണിക്കോൺ വന്നിട്ട് നമ്മൾ ഒരു 10 വർഷത്തിന് മുമ്പേ റീ അസംബിൾ ചെയ്ത വണ്ടിയാണ്. ഫുള്ള് ഇളക്കി നമ്മൾ ഒന്നേന്ന് റീ അസംബിൾ ചെയ്ത വണ്ടിയാണ്. ഇത് സ്പീഡോമീറ്റർ കേബിളാണ്. അത് നമുക്ക് വണ്ടിയിൽ അത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. അതിങ്ങനെ ഇരിക്കട്ടെ. ഇത് ഫ്രണ്ട് ഡൂം വൈസർ അസംബിളാണേ. ഇത്രയാണ് യൂണിക്കോണിൻ്റെ പണിക്ക് വേണ്ടി ഞങ്ങൾ വാങ്ങിയ സ്പെയർ പാർട്സ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതെല്ലാം റീപ്ലേസ് ചെയ്യുന്ന വർക്കുകൾ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നത് വരെ ബായ്.